സാധാരണമായി നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കക്ക അഥവാ ക്ലാം എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഞണ്ട്, അവയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു ജീവി ലാവ ആവുന്ന സ്റ്റേജിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് നടക്കും. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്നുള്ള എല്ലാ ഫുഡുകളും കാര്യങ്ങളെല്ലാം ഈ ഒരു ജീവി കഴിക്കും. ഈ ഒരു ലാവ മെച്ചൂർഡാവുന്ന ടൈമിൽ എവിടെയെങ്കിലും പോയി പറ്റി പിടിച്ച് പിന്നീട് അവ ഷെല്ലായി മാറി അതിനുള്ളിൽ രൂപാന്തരം സംഭവിക്കുകയാണ് ചെയ്യാറ്. സാധാരണയായി നിങ്ങൾ കാണുന്ന ഈ ഒരു ഫോട്ടോയിൽ പോലെ തന്നെ വെയില്, അതുപോലെ തന്നെ ക്രാബ്, ആമ എന്നിവയിലെല്ലാം സാധാരണയായിട്ട് ഇവ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ക്രസ്റ്റേഷ്യ എന്ന വിഭാഗത്തിലെ സിറിപീഡിയ എന്ന ഉപവിഭാഗത്തിലെ ആർത്തോപോഡുകളാണ് ബാർനക്യുളുകൾ. ഞണ്ടുകളും അതുപോലെ തന്നെ ലോബ്സ്റ്ററുകളുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു. സമാനമായ സാപ്ലിയസ് ലാവകളാണ് ഇവ. ഏകദേശം 2300-ലധികം വെറൈറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവയെ സാധാരണമായി കാണുന്നത് ആഴം കുറഞ്ഞതും വേലിയേറ്റം ഉള്ള വെള്ളത്തിലാണ് ഇവ സാധാരണയായിട്ട് ജീവിക്കുന്നത്. ഈ ബാർനക്കിളുകൾ എങ്ങനെയാണ് ഈ കടലാമ എന്നുള്ള ജീവിക്ക് ദോഷകരമാവുന്നതെന്ന് വെച്ചാൽ, ഇവ ഈ ഷെല്ലിലൊക്കെ പോയി പറ്റി പിടിക്കുമ്പോൾ ആ ഷെല്ലിൽ വളരെയധികം ഒരു കോളനി പോലെ തന്നെ ബാർനാക്കിൾ രൂപപ്പെടുകയും അതുമൂലം ആമയ്ക്ക് നീന്താൻ വളരെയധികം സ്ട്രെസ്സും വളരെയധികം എനർജി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ആമയുടെ ഷെല്ലിൽ വളരെയധികം റിയാക്ഷനും ഉണ്ടാകും. ഈ രണ്ട് മൂലവും ബ്ലൂ വെയില് അതുപോലെ തന്നെ ആമകൾ ഇവയെല്ലാം പെട്ടെന്ന് മരിച്ചു പോകാൻ കാരണമാകും. സാധാരണയായി ഇവ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ തൂണിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കടലിൻ്റെ സൈഡിലും ചില ടൈമിൽ ബോട്ടിൻ്റെ അടിയിലൊക്കെയും വഞ്ചികളുടെ അടികളിലൊക്കെയും ഇവ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആക്ച്വലി ഞാൻ ഈ ഒരു ജീവിയെക്കുറിച്ച് പഠിക്കാൻ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അക്വേറിയത്തിലേക്ക് ആദ്യമായിട്ട് ഞാനൊരു ടോർച്ച് ഹോൾഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ടോർച്ച് ഹോൾഡറിൻ്റെ ഹെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫെദറി ആയിട്ടുള്ളൊരു സാധനം മുകളിലോട്ടും താഴ്ന്നോട്ടും പോകുന്നു കണ്ടു. ഞാൻ വിചാരിച്ചപ്പോൾ അതിൻ്റെ ഒരു ഹെഡാണ് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് എന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇതൊരു 1 മന്ത് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ കോറലിന് ഭയങ്കര അധികം സ്ട്രെസ്സും അവ ചെറുതായി വരാൻ കാരണമായി. അതിനുശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതും അവ എന്താണെന്ന് മാറ്റാൻ വേണ്ടി ഞാൻ കുറേ അധികം പരിശ്രമിച്ചതിന് ശേഷം അവ റിമൂവ് ചെയ്യാൻ ചെയ്തത്. ഈ ഫെദർ രീതിയിൽ കാണുന്ന ഇവ വെള്ളത്തിൽ നിന്ന് അവയ്ക്ക് ആവശ്യമുള്ള ആഹാരവും അതുപോലെ തന്നെ ഓക്സിജനും വലിച്ചെടുക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടോർച്ച് കോറലിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ടോർച്ച് കോറലിൻ്റെ നമ്മളുടെ ഹെഡിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലൊരു ഫെദറി ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു ഹെഡായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് ഇവ ചുരുങ്ങാനൊക്കെ വളരെയധികം ചാൻസ് വന്നു. അതുപോലെ തന്നെ ആ ഒരു മിഡിലിൽ കാണുന്ന വൈറ്റ് പാർട്ട് ഷെല്ലായി രൂപപ്പെടുന്നത് ഞാൻ കണ്ടു. അതായത് ജസ്റ്റ് ഒരു 2 പുറന്തോടുകളും അവ അങ്ങനെ പുറത്തേക്ക് ആയിട്ട് വരുന്നതും കണ്ടു ഞാൻ. അപ്പം ഞാനത് മെല്ലെ ഈ ബാർനക്കിളിനെ നമ്മൾ സേഫായിട്ട് റിമൂവ് ചെയ്യാനാണ് പോകുന്നത്. ഒരു മറൈൻ അക്വേറിയം ഹോബി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. എപ്പോഴും നമ്മുടെ അക്വേറിയത്തിൽ ഓരോ ചേഞ്ചസും ഓരോ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. വളരെയധികം ഇൻട്രസ്റ്റിങ്ങും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും ഒരു വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മറൈൻ ഹോബീസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റീഫ് അക്വേറിയത്തിലും ഇതുപോലെ തന്നെ ഒരു ഫെദറി ആയിട്ടുള്ളൊരു സാധനം കാണുമ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാം, നിങ്ങളുടെ കോറലിനൊക്കെയും പെട്ടെന്ന് സേവ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പണ്ട് ഞാൻ ബീച്ചിൽ പോകുമ്പോൾ ഇതുപോലെ ബാർനക്കിൾ ഒരു കോളനി ആയിട്ട് കാണുമ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പവിഴ പുറ്റുകളാണ്,
എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ തന്നെ വല്ല ആമകളിലൊക്കെയും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നേച്ചറിനെ സഹായിക്കുന്ന പോലെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അവ മാറ്റാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ കോറലുകളെയെല്ലാം രക്ഷിക്കാൻ സാധിക്കും.